കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് വിട്ട് ഒരു അർജന്റ് കോളാണ്. ഓക്കെ. ഹലോ മാസൂട്ടി, കോർട്ടോടെ മേൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ ലംഘനമുണ്ടായാൽ പക്ഷം എതിർ കക്ഷിയായ പരന്തുവാസുവിനെതിരെ നിയമ നടപടികൾ ഉണ്ടായിരിക്കും. എക്സലാൻഡ് സ്പീഡി ഓഫീസ് ലിങ്ക്ഡ് വിത്ത് ഹൈക്കോർട്ട് എക്സലാൻഡ് സിറ്റി ഇഷ്യൂഡ് ബൈ ഭരചന്ദ്രൻ IPS. എന്തുവാ കോർട്ട് ഓർഡറോ? ആ TV പരന്തുവാസുവിന്റെ കീഴിൽ PA ആയി സേവനമനുഷ്ഠിക്കുന്ന കൺമണി ശേഷിയാണ്. ഞാൻ വായിക്കണോ? അല്ലാത്ത പക്ഷം ഈ പോസ്റ്റിൽ മറ്റു നിയമങ്ങൾ നടത്തുന്നതിൽ നിന്നും പരന്തുവാസുവിനെ വിൽക്കാൻ കൊണ്ട് കൺമണി ജീവന് നമ്മൾ ഈ സ്പീഡ് വായിക്കുന്നോണ്ടാണ് തെറ്റുന്നത്. ഇനി പയ്യ വായിക്കാം. ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് കോടതിയിൽ അറിയിച്ച സാഹചര്യത്തിൽ പരന്തുവാസുവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ പ്രൊട്ടക്ഷൻ ഓർഡർ മലയാളം വായിക്കറിയാത്ത കുണ്ണ എന്തോ ഒരു കാര്യം ചോദിക്കാൻ പൊളപ്പനെ പൊളന്നടിക്കണ കേട്ടാ. മറ്റേ നിങ്ങളെ എസ്കോർട്ടിന്റെ കീഴിലായിരുന്നു. ഒരു സെക്കൻഡ് വിട്ട് ഒരു അർജന്റ് കോളാണ്. ഓക്കെ. ഹലോ മാസൂട്ടി, മാസൂട്ടി, എന്താ? അല്ല, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നേ. നീ എന്ത് റിപ്പോർട്ടർ ടിവിയിൽ വർക്ക് ചെയ്യണോ? അല്ല, PA. ഞാൻ നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടില്ലല്ലോ. ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. എന്ത് സർപ്രൈസ്? ഞാൻ അയച്ചു തരാം, വെച്ചോ. വൈൽഡ് കാർഡ് എൻട്രിയാ? ഹലോ അതെ, ഞങ്ങൾ മറ്റേ ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യം പറയാനായിരുന്നു. ഓ, കുട്ടിയൊക്കെയാണ് ഇവന്റ് മാനേജ്മെന്റിലുള്ളത്. ആണല്ലേ? കുറച്ച് പറഞ്ഞു. അപ്പോ ജസ്റ്റ് മീറ്റിംഗ് പോലെ കറക്റ്റ് പറ്റുന്നതെന്ന് ചോദിക്കാനായിരുന്നു. ഞാൻ എന്തായാലും ഫ്രീ ആവുമ്പോ പറയാം. എന്തായാലും 2 ദിവസം ഞങ്ങള് നല്ല തിരക്കില. സൺഡേ ഞാൻ നാളെ കൺസൈൻമെന്റ് ഉണ്ട്. അതോടെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാരും ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ഒക്കെ വന്നിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറയാം. എനിക്ക് ഞങ്ങൾക്ക് വേണ്ടത് ഒന്ന് ലീഡർ അല്ലെങ്കിൽ പിന്നെ ആ ഫാമിലിയുടെ മുതിർന്ന ആൾക്കാരും അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാൻ എന്തായാലും പറയാം. ഞാൻ ഫ്രീ ആകുമ്പോ എന്തായാലും പറയാം, ഉറപ്പായിട്ടും. മൃദുല വിളിച്ചാൽ മതി. ഓക്കെ. മൃദുല വിളിക്കാം. മൃദുലയുടെ നമ്പറുണ്ട് എന്റെ നമ്പറുണ്ട്, ഞാൻ വിളിച്ചോളാം. ഉണ്ടല്ലോ നമ്പറൊക്കെ ഉണ്ട്. കോർട്ടോടെ TV പരന്തുവാസുവിന്റെ കീഴിൽ PA ആയി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കൺമണി ഷേണായി മുൻകൂട്ടി അറിയിക്കുന്നതും കൃത്യമായി നോട്ടീസ് പീരീഡ് കൊടുക്കാതെയും വിടുതൽ കത്ത് നൽകാതെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ മാസം 50 ലക്ഷം രൂപ ശമ്പള ഇനത്തിൽ മാറി നൽകാതെ ബുദ്ധിമുട്ടിച്ചതായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ കേസ് ഫയൽ T കക്ഷി ഹാജരാക്കിയിട്ടുണ്ട്. കൂടാതെ എതിർ കക്ഷിയായ പരന്തുവാസു ശമ്പളവുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് ഞാനൊരു സാധനം വായിച്ചോണ്ടിരിക്കണേ. കൂടാതെ എതിർ കക്ഷിയായ പരന്തുവാസു ശമ്പളവുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടത്താത്തത് തെളിയിക്കുന്ന കഥയില്ലത് ജീവിതം തർക്ക പരിഹാര പരിപാടിയുടെ വീഡിയോ എവിഡൻസും ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കരാർ പ്രകാരം T കക്ഷിക്ക് വേണ്ട കോമ്പൻസേഷൻ അതോറിറ്റി മുമ്പാകെ ചർച്ച ചെയ്ത് നിജപ്പെടുത്തി നൽകേണ്ടതാണ്. അല്ലാത്ത പക്ഷം T പോസ്റ്റിലേക്ക്
മറ്റ് നിയമങ്ങൾ നടത്തുന്നതിൽ നിന്നും പരുന്ത് വാസുവിനെ വിലക്കി കൺമണി ഷേണയ്ക്ക് സ്റ്റേ ഓർഡറും ഒപ്പം സെറ്റിൽമെന്റ് വരെയും ഉപജീവന മാർഗമായി പുതുക്കിയ വേതന പ്രകാരം ജോലിയിൽ തുടരാനും ഉത്തരവാകുന്നു. ഈ കാലയളവിൽ കൺമണിയുടെ ജീവന് ഭീഷണിയാകുമെന്ന് കോടതി അറിയിച്ച സാഹചര്യത്തിൽ പരുന്ത് വാസുവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ പ്രൊട്ടക്ഷൻ ഓർഡർ ഇതോടൊപ്പം അനുവദിച്ചു നൽകുന്നു. മേൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ ലംഘനമുണ്ടായാൽ പക്ഷം എതിർ കക്ഷിയായ പരുന്ത് വാസുവിനെതിരെ നിയമ നടപടികൾ ഉണ്ടായിരിക്കും. എക്സലന്റ് സ്പീഡി ഓഫീസ് ലിങ്ക്ഡ് വിത്ത് ഹൈക്കോർട്ട് എക്സലന്റ് സിറ്റി ഇഷ്യൂഡ് ബൈ ഭരചന്ദ്രൻ IPS. ഇഷ്യൂഡ് ഓൺ 29 ജൂലൈ 2025. ഹലോ കേൾക്കുന്നുണ്ടോ? ആ കേക്കടാ, പറ. അതെ എന്താ? ഓ ഹായ് കഴിക്കാം. എടാ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കലടാ, പറടാ. അച്ഛനാ വന്നിട്ട് കുറച്ച് ദിവസമായി വസണ്ണോടെ അച്ഛനെ കാണാൻ പറ്റിയിട്ടില്ല. എന്താണ് ഇപ്പൊ കിട്ടിയത് കാണാൻ? ഓ എങ്ങനെയുണ്ട് സിറ്റിയൊക്കെ? സിറ്റിയൊക്കെ അടിപൊളി സിറ്റിയാണ് വസണ്ണ. എടാ ഞാൻ ഒരു ചെറിയ സിറ്റുവേഷനില്ല. എന്റെ നമ്പർ 3333. ഓക്കെ ഞാൻ വിളിക്കാം. എടാ ബാല ബാല ഇങ്ങോട്ട് തോന്നേ. വേണോ? ഇതാരാ? ഹലോ എന്താ ഉമ്മല്ല വേണോ? എടാ ഞാൻ നിന്റെ നമ്പർ എനിക്ക് ഡ്രോപ്പ് ചെയ്തേ. എന്താ അണ്ണാ എന്റെ ഇവിടത്തെ നമ്പർ ഉണ്ടല്ലോ അണ്ണാ. ആ ഞാൻ ഒരു സാധനം അയച്ചിട്ടുണ്ട്, നിനക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയേ. എന്തുവാ ഫോട്ടോ ഓർഡറോ? സൂം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. TV എഴുതിയേക്കുന്ന വായിക്കുന്ന എങ്ങനെ ഇപ്പം? അത് ക്ലിക്ക്. TV പരന്തുവാസുവിന്റെ കീഴിൽ PA ആയി സേവനമനുഷ്ഠിക്കുന്ന കൺമണി ശേഷിയാണ്. മുൻകൂട്ടിയും കൃത്യമായി നോട്ടീസ് പിടിക്കുകയും കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്? മലയാളം വായിക്കാൻ മലയാളമാണ്, പക്ഷെ ഇത് ചെറുതായോണ്ടേ ഇച്ചിരി കണ്ണ് പിടിക്കുന്നില്ല. മാസം 50 ലക്ഷം രൂപ മാറി നിൽക്കാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ബന്ധുക്കളെ വിവരങ്ങൾ അറിയിച്ച് കേസ് ഫയൽ ഈ കക്ഷി ഹാജരാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാ എനിക്ക് മലയാളമാണോ? നീ എന്തൊക്കെയാ ഈ കാലയളവിൽ മാസം 50 ലക്ഷം രൂപ ശമ്പളത്തിൽ മാറി നൽകാതെ ബുദ്ധിമുട്ടിച്ചുള്ളതായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ കേസ് ഫയൽ. അണ്ണ ഇത് ഭയങ്കര ചെറുത്. എങ്ങനെ സൂം ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. എന്റെ ഒരു ഊഹം വെച്ചാണ് വായിച്ചത്. അത് നിനക്ക് എങ്ങനെ ഇത് കാണുന്നത്? മലയാളം അല്ലേ അണ്ണ? ഇതൊക്കെ എനിക്ക് കാണുന്നില്ലല്ലോ അണ്ണ. അതുകൊണ്ടല്ലേ കഷ്ടപ്പെട്ട് ഞാൻ വായിച്ചു തന്നെ അണ്ണ വായിച്ചു. കൂടാതെ എതിർ കക്ഷിയായ പരുന്ത് വാസു ശമ്പളവും ബന്ധപ്പെട്ട് എനിക്ക് പറ്റുന്ന ഇത് വായിക്കാൻ. മെസ്സേജ് നോക്കി ഇത് പറ ഇപ്പൊ സെറ്റ് വായിക്കേ. ഇനി വായിക്കണോ? ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇനി വായിക്കണോ? വായിക്കുക നല്ല മനസ്സിലാവുള്ളൂ. TV പരന്തുവാസിന്റെ കീഴിൽ PA ആയി സേവനം അനുഷ്ഠിക്കുന്ന കൺമണി ഷേണായിയെ മുൻകൂട്ടി അറിയിക്കാതെയും കൃത്യമായി നോട്ടീസ് പീഡിപ്പിച്ചു കൊടുക്കാതെയും വിടുന്നത്, കത്ത് നൽകാതെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടും ഇത് എന്തുകൊണ്ടാ ടീ കാലയളവിൽ മാസം 50 ലക്ഷം രൂപ ശമ്പളത്തിനായി മാറി നിൽക്കാതെ ബുദ്ധിമുട്ടിച്ചുള്ളതുമായ ബന്ധപ്പെട്ട വിവരങ്ങളിൽ കേസ് ഫയൽ ഈ കക്ഷി ഹാജരാക്കിയിട്ടുണ്ട്. ആരാണ് ഈ കക്ഷി? അതാണ് കൺമണി. ഓ കൺമണിയാണല്ലേ. കൂടാതെ എതിർ കക്ഷിയായ പരന്തുവാസു ശമ്പളവുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടത്താത്തത് തെളിയിക്കുന്നു.
കഥയല്ല ഇത് ജീവിതം. തർക്ക പരിഹാര പരിപാടികളിൽ വീഡിയോ എഡിറ്ററായി ഹാജരാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ കരാറ് പ്രകാരം ഈ കക്ഷിയെ വേണ്ടി കോമ്പൻസിയേഷൻ അതോറിറ്റി മുൻപാകെ ചർച്ച ചെയ്ത് ഹാജരാക്കി നൽകിയിട്ടുണ്ട്. മൊത്തം ഞാൻ വായിക്കണോ? അല്ലാത്ത പക്ഷം ഈ പോസ്റ്റിൽ മറ്റു നില നിയമങ്ങൾ നടത്തുന്നതിൽ നിന്നും പരുന്തുവാസുവിനെ വിൽക്കാൻ കൊണ്ട് കൺമണി വിലക്കിക്കൊണ്ട് കൺമണി ഷേണായിക്ക് സ്റ്റേ ഓർഡറും ഒപ്പും സെറ്റിൽമെന്റും കഴിയുന്നത് വരെ ജീവിതം തർക്ക പരിഹാരം. ഞാൻ പറയണേ കഥയല്ലത് ജീവിതം തർക്ക പരിഹാര പരിപാടിയുടെ വീഡിയോ എഡിറ്റർ അല്ല, വീഡിയോ എവിഡൻസ്. സോറി അണ്ണാ, എനിക്ക് എഡിറ്റർ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ കയറും, മനസ്സിലായോ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞേ? ഓ, ഈ കടലളവിൽ മൺമണിയുടെ ജീവന് ഭീഷണി. കളയളവിലല്ലടാ, കാലയളവിൽ. അണ്ണാ, ഈ കാലയളവിൽ കൺമണിയുടെ ജീവന്, നമ്മൾ ഈ സ്പീഡ് വായിക്കുന്നോണ്ടാണ് തെറ്റുന്നത്, ഇനി പയ്യ വായിക്കാം. ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് കോടതിയിൽ അറിയിച്ച സാഹചര്യത്തിൽ പരന്തുവാസുവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ പ്രൊട്ടക്ഷൻ ഓർഡർ മലയാളം വായിക്കാൻ അറിയാത്ത കുണ്ണ പ്രൊട്ടക്ഷൻ ഓർഡർ ഇതോടൊപ്പം അനുവദിച്ചു നൽകുന്നു. മേൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനമുണ്ടാകുന്ന പക്ഷം എതിർകക്ഷിയുമായി വാസുവിനെതിരെ നടപടികൾ ഉണ്ടാകുന്നതായിരിക്കും. നിയമ നടപടികൾ ഉണ്ടാകുന്നതായിരിക്കും. ഇത് പെടുവണ്ണോ? ഇത് മൂഞ്ചി, അതും സൈൻ ചെയ്തേക്കുന്ന ആരാ നോക്ക്, ഭരത് ചന്ദ്രൻ IPS. ഇല്ലാത്ത കേസ്. അണ്ണാ പിന്നെ വേറൊരു പ്രശ്നം ഇതിനകത്ത് ഊരി പോവായിരുന്നണ്ണാ. കാരണം നമ്മുടെ അണ്ണനുണ്ടായിരുന്നു, ബാലാ കല്യാണി അണ്ണൻ. പക്ഷെ പുള്ളി ഇപ്പൊ സിറ്റി കയറാത്ത കാരണം പറഞ്ഞു വിട്ടു. ആണല്ലേ? അതെ. പീഡി എവിടെ മാർക്ക് ചെയ്തേ? പീഡി മാറിക്കാം. പീഡി ഇപ്പോഴത്തെ പീഡി മറ്റേ ഹോസ്പിറ്റലിൽ എവിടെയാണോ? ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. അപ്പൊ താഴെ കൂടെ പോയാ പോരെ? അല്ലല്ല, ഓ അതല്ല മാർക്ക് ചെയ്ത് ആദ്യം ഇത് ഭരചന്ദ്രൻ ഒപ്പിട്ടതാണോ ഇവളുടെ കള്ളതാണോന്ന് അറിയണ്ടേ? കൺമണി അല്ലേ കള്ളത്തരായിരിക്കും. അതെ. എടാ എന്റെ മാപ്പ് ബഗ്ഗാണ്. ഈ മാപ്പ് ബഗ് മാറ്റാൻ എന്ത് ചെയ്യണോടാ? E/HUD അടിച്ചിട്ട് റീസെറ്റ് കൂടണം. തെറ്റായോ? പിന്നെ എന്തിനും എതിരും നമ്മളല്ലേ. ആരും എന്നെ വിളിക്കുന്നു. ഹലോ ഹലോ, HUD അടിച്ച് റീസെറ്റ് ചെയ്ത് കത്തിയോളൂ. നീ കൊണച്ച ഐഡിയ പറഞ്ഞല്ലോ, തലതിരിഞ്ഞ് കിടന്ന് നീന്തി കഴിഞ്ഞെന്തോ കൊതം വരുമെന്ന് ചെവി കയറത്തില്ല. എന്റെ ചെവിയിലും മൂക്കിലും ഒക്കെ കേറി. ഞാൻ കത്തി കേട്ടോ. ഹലോ എടാ ചെവി കൂടെ കയറിയതാ. എനിക്കൊരു പ്രശ്നമില്ലല്ലോ. നിനക്കല്ല ഇവനെന്തോടാ? നീ വെള്ളത്തിൽ ചാടിയില്ലല്ലോ. എത്ര നേരം വെള്ളത്തിൽ കിടന്ന മഴയല്ല കുണ്ണുണ്ട്. അതെ കഴിയില്ലടാ, അമ്മർക്കൊന്ന് പേടിയാ. ആണോ? ഞാനേ ഒന്ന് ബൈ താരാ, ബൈ. എന്തിന് ഇതാണോ പീടി? ആ ഇതന്നെയാണ്. ഇതല്ല ഫ്രണ്ടിൽ കൊണ്ട് കിട്ടോ. ഫ്രണ്ടില് പൊട്ട ഇവിടുന്ന് റൈറ്റ്. അവിടെ ആ വണ്ടി എടുത്തോണ്ട് കിട്ടോ. വണ്ടി ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞെക്കിയതാ. അയ്യായി പോയി.
ഏതായിരുന്നു വണ്ടി ലോക്കിയാണ്? എന്റെ താക്കോലില്ല. ആ കുഴപ്പമില്ലണ്ണ, ആരെടുത്ത് ധൈര്യമുള്ളവന്മാരെടുത്തോണ്ട് വരച്ചന്ദ്രൻ സാർ ഇവിടെ കാണും. വണ്ടി ഫാക്ടറി കാണ സരിയ. ഇവനൊക്കെ എന്തിന്റെ പ്രശ്നം? സാറേ ഏതെങ്കിലും ഒരു ഹയർ ഓഫീസേഴ്സ് ആരെങ്കിലും കിട്ടാൻ ഇനി കുറച്ച് മെമ്പേഴ്സിന്റെ ഉള്ളൂ, അറൗണ്ട് 5 to 4 ഉള്ളൂ, ബാക്കിയെല്ലാം കിട്ടി ഓൾറെഡി സാറേ. ബാലകല്യാണി സാറുണ്ടോ സാറേ? ബാലകല്യാണി സാറില്ലല്ലോ സാറേ. സാറിന്റെ പേരെന്തോരും? നമ്മൾ ഭരചന്ദ്ര സാർ ഒരു കേസായിട്ട് പുറത്തേക്ക് പോയേക്കുവായിരുന്നു സാറേ. 100 വിളിച്ചാൽ മതി. 100 വിളിച്ച യെസ് യെസ്. എല്ലാരോടും കേറാൻ പറ, നല്ല ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മൊത്തം ആൾക്കാരുടെ ലിസ്റ്റ് ഒരുമിച്ച് അങ്ങനത്തെ ആണോ വേണ്ടേ? എല്ലാരോടും ഇത് മറ്റേ ക്യൂ ആയി കഴിഞ്ഞാലേ പണിയാവും. എന്തൊക്കെ നടക്കണടേ ഇവിടെ? എന്തൊക്കെ ചെയ്താൽ ഈ എല്ലാരും വന്നിട്ടല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂടാ. 15 പേര് എത്തിയിട്ടില്ലല്ലോ ഇതുവരെ. എന്റെ അഭിപ്രായത്തിലേ എന്റെ ഹലോ ആരാ? ഞങ്ങള് സിറ്റിയില് പുതിയതായിരുന്നു. ഞങ്ങക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എന്റെ പേര് അബു എന്നാണ്, കില്ലേരി അബു. അപ്പോ അണ്ണനൊന്ന് കാണാൻ പറ്റുമോ? എവിടെയാണ് നിങ്ങള് എവിടെ നിക്കുന്ന ഇപ്പൊ? നിങ്ങളിപ്പോ ഗ്യാങ് ആണോ സിറ്റിസൺ ആണോ? എന്താണ് സംഭവം? സിറ്റിസൺ ആണ് സാർ. ഇൻവെസ്റ്റ്മെന്റ് പറയട്ടാ. ആദ്യം കേട്ട് ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിട്ടാണ്. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. കുറച്ച് ഞങ്ങള് ഫണ്ട് ഉണ്ട് ഞങ്ങളെ കയ്യില്. അപ്പൊ അണ്ണന്റെ കൂടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പരിപാടി ഒന്ന് മൂവ് ചെയ്യായിരുന്നു. പിന്നെ അണ്ണൻക്ക് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഷെയർ ഇടാം. അല്ല എവിടെ നിൽക്കുന്നത് നിങ്ങള്? ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ വരാം. ഓക്കെ, മുതുകില് സംസാരിക്കാം. മുതുകില് റിപ്പയറിലാണോ? മുതുകില് കുറച്ച് PL കൂടുതലാ. PL ആണ് വേറെ. എന്നാൽ പെട്ടെന്നൊരു സ്ഥലം പറഞ്ഞ ഫിഷിങ്ങിന്റെ അവിടെ ഉണ്ട്. അധികം ഫിഷിങ്ങിന്റെ നമ്പർ പറഞ്ഞേ. 8205. എടാ ഇവിടുത്തെ ഇതെങ്ങനെയായിരുന്നു ഗൈസ്? മറ്റേ പോസ്റ്റൽ എന്തായിരുന്നു? ഹലോ, റേഡിയോ ചെക്ക് 1 2 3 ചെക്ക്. ഹലോ എവിടെ? 8205. മുതുക്കോ? ഒരാളെ കാണാനുണ്ട്, കണ്ടിട്ട് വരുന്നേ. കണ്ടിട്ട് വരും. ഗ്യാങ്സിലുണ്ട്. ഞാൻ വാ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാം. കത്തുന്നതാണോ ഇത്? നിർത്തിയതാണോ? അപ്പാപ്പ നമ്പർ എത്ര അപ്പാപ്പന്റെ? മിസ്റ്റർ വാസു കൈൻഡ്ലി റിപ്പോർട്ട്. എന്റെ 101 101. report to BD headquarters of what happened. ഇതൊക്കെ കൊറേ വെട്ട് വാസു അങ്ങനെ പറയാനുണ്ട്.
അപ്പൊ ഒന്ന് ഫോൺ ഓൺ ചെയ്യോ? പബ്ലിക് ഗ്രൂപ്പില് നമ്പർ പേഴ്സണൽ നമ്പർ കൊണ്ടുവന്നിട്ട് ഗൈസ് എനിക്ക് ഏതോ അറിയാവുന്ന ഒരുത്തൻ ഗൈസ് വളരെ ക്ലോസ് സർക്കിളുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുള്ളൂ കേട്ടാ. ഈ ഇടയ്ക്ക് ഈ റിക്രൂട്ട്മെന്റിന്റെ പേരിൽ എന്നെ കുറെ പേര് വിളിക്കുന്നുണ്ട് ഈ ഫോണിൽ. ഒരുത്തൻ എന്നിട്ട് പബ്ലിക് ഗ്രൂപ്പിൽ കൊണ്ടിട്ടിട്ട് ആ നമ്പറിൽ നിന്ന് അത് കണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. എന്തൊരു ശോകമാണോടാ, ഭയങ്കര ഗൈസ്. ഞാൻ സത്യം പറയാലോ, വിളിച്ച് ലൈവിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നതിൻ്റെ അല്ല ഗൈസ് പറയാം, എൻ്റെ മറ്റേ നമ്പർ എല്ലാവർക്കും അറിയാം. പുതിയ നമ്പർ ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് ചുമ്മാ ഇങ്ങനെ വിളിച്ചിട്ട് കൂടുതൽ മഴയുണ്ടോ പറയുണ്ടോ കുണ്ണയുണ്ടോ കൂടുതൽ പറയുണ്ടോ അവൻ വിളിച്ചിട്ട് കുണ്ണ കൂടുതൽ പറയുണ്ടോ നിന്റെ തന്ത കൂടുതൽ മഴയുണ്ടോന്ന് അറിയാൻ. ഇത് ലിമിറ്റ് ഇല്ലേ മയിര്? ആടാ ഇവന്മാരെന്തിയടാ? ആരാ ആ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏത് 8205 ആ വിളിച്ചു നോക്കിയേ. ആരാണ് ഉമ്മാര്? ആ ഇവന്മാർക്ക് എന്തോ ബിസിനസിന്റെ കാര്യം സംസാരിക്കാനാണോ? ബിസിനസിന്റെ കാര്യം സംസാരിക്കാൻ ഇവിടെയോ? അതിന്റെ സ്കെച്ചാണ്ടാ? അതെ. ഹലോ ഹലോ വാസുണ്ട. അതെ നിങ്ങളാണ് വിളിച്ചത്? നൈസ് ടു മീറ്റ് യു. അതെ വാസുണ്ട. ഹലോ എന്താണ് തിരക്കിലാണോ വാസുണ്ട? തിരക്കിലാണോ? ആ നമുക്ക് ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, പറഞ്ഞോ. വാസുണ്ട, നമ്മളൊരു പുതിയ ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോ നമ്മളിവിടെ സിറ്റിയിൽ പുതിയ ആൾക്കാരാണ്, നമുക്കിവിടെ വേറെ അങ്ങനെ പരിചയക്കാരൊന്നുമില്ല. നമ്മൾ 3 പേരാണ് ആൾക്കാർ. അപ്പോ നമ്മള് നൈസായിട്ട് സംഭാരം കാന്താരി അതിന്റെ ചെറിയൊരു ഇല്ലീഗൽ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് അത് സെയിൽ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ വാസുവേട്ടൻ എന്തെങ്കിലും നമ്മളെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാങ്ങിന് ഒരു 50%, അതായത് നമ്മൾ മേക്ക് ചെയ്തതിന്റെ ഒരു 50% നിങ്ങളുടെ ഗ്യാങ്ങിന്, ബാലൻസ് ഉള്ളൊരു 50% നമ്മൾ സെല് ചെയ്തിട്ട് ക്യാഷ് നമ്മൾ എടുക്കുന്നു. അങ്ങനെ ഒരു സ്കീമാണ് നമ്മളത് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെയാണ് പ്ലാൻ? എത്ര രൂപയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്? എന്താ വെച്ചാൽ ഞങ്ങളൊരു 3 വാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അതിന്റെ റോ മെറ്റീരിയൽസ് കുറച്ച് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്, റോ മെറ്റീരിയൽസിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ വാനാണ് നമ്മള് ഒന്നുകിൽ വാനായിട്ട് എടുത്തു തന്നാലും മതി, അതിപ്പോ ഈവൻ നിങ്ങളുടെ ഇതിലാണെന്നുണ്ടെങ്കിൽ തന്നാലും മതി, കുഴപ്പമില്ല. നമ്മള് വാന് 1 CR ആണെന്നാണ് എന്റെ ഒരു ഇത്. അപ്പൊ നമ്മൾ 3 CR എന്നാലും നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിന്റെ 50%? എത്രയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ 50%, അതിന്റെ 50 നിങ്ങളുടെ ഗ്യാങ്ങില്, ബാക്കി 50 നമ്മൾ സെല്ല് ചെയ്യും. അപ്പൊ നിങ്ങളിപ്പോ 2 ദിവസം ഉണ്ടാക്കിയിട്ട് പിന്നെ നിർത്തിയാൽ നമ്മളെന്ത് ചെയ്യും? ഇല്ല നിങ്ങളെ പോലെ നല്ലൊരു ഗ്യാങ്ങിനെ പിടിക്കൂലല്ലോ നമ്മള്. നല്ല ഡീലാണ്. നിങ്ങളുടെ ഒരു ഏകദേശം ഒരു ദിവസം എത്ര ഉണ്ടാക്കണം? നിങ്ങൾ വീക്കിലി എത്ര ഉണ്ടാക്കുമായിരിക്കും ആവറേജ്? അത് വാസുണ്ട, ഞങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതിന്റെ ടൈമിങ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വാസുണ്ട് എടുക്കല് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വാസുണ്ട് അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ടോട്ടലി റോ മെറ്റീരിയൽസിന്റെ കാര്യങ്ങളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വാസുണ്ട് എടുക്കല് പറയാം. അങ്ങനെയാണ് നിങ്ങൾ എന്റെ നമ്പർ വിളിച്ചാൽ മതി, 3333 അതിൽ വിളിച്ചാൽ മതി. പേരെങ്ങനെയായിരുന്നു? താങ്ക് യു. എന്റെ പേര് വീരപ്പൻ. വീരപ്പൻ. ഓക്കെ ഇയാളുടെ പേരെന്ന്? ഡേവിഡ്. ഓക്കെ ലരി അബു, വീരപ്പന്, ഡേവിഡ്. ഓക്കെ വിളിച്ചാൽ മതി എന്തായാലും. ഓക്കെ താങ്ക് യു സോ മച്ച്. നേരിട്ട് പറഞ്ഞേക്കുന്നല്ലേ ചോദിച്ചാ കണ്ടു നേരിട്ട് പറയുന്ന കൊള്ളാമല്ലേ?
സ്പീഡൊക്കെ കൊള്ളാം. ഇതൊക്കെ ചുമ്മാല്ലേ 3 കോടി വെച്ച് ബാറിൽ പോയി വെള്ളം അടിക്കാനല്ലേ ഇതൊക്കെ പരിപാടി. കള്ളന്മാര് കണ്ടില്ലേ വാടകയ്ക്ക് വണ്ടി എടുത്ത് തന്നേക്കുന്നവൻ സെറ്റപ്പ്. ഇത്രയും തരുവോ? ഹലോ ഭരത് സാറേ, പരന്തുവാസമാണേ. ആ ഓക്കെ വാസു ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് സാർ എവിടെ ഉണ്ട്? ഞാൻ വീട്ടിലുണ്ട് ഇപ്പോ. ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് അർജന്റ് പെട്ടെന്ന് കാണാൻ, പെട്ടെന്ന് വന്നിട്ട് പോവാ. ഓക്കെ സാർ വന്നോ. എടാ പേടി ഒന്നിട്ടൊന്ന് മാർക്ക് ചെയ്തടാ. ഈ ഭരത് സാറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു കേസുമായിട്ട് പോയാൽ മാക്സിമം പുള്ളി നമ്മുടെ തലയിൽ ഇടാൻ നോക്കും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഊരണം. കള്ളനാണ്. കള്ളനാണ്. പിന്നെ അല്ലാതെ എനിക്ക് അറിഞ്ഞൂടെ കേരെ. ആ മീനൂട്ടിയൊക്കെ എന്റെ തലയിലായതെങ്കിലല്ലേ ഉള്ള. അല്ലാതെ നീ തലയെടുത്ത് വെച്ചതല്ലേ. എനിക്കറിയാം ഇങ്ങനെ കള്ളനാണെന്ന് എനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യം. സംസാരിച്ചോണ്ട് വരുവായിരുന്നു തങ്കപ്പെട്ട മനുഷ്യൻ. 2 വർഷം തുമ്മിയായിരുന്നു കേട്ടോ കുറച്ചു മുമ്പ്. സാറ് കാരണമാണ് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് വന്നത് സാറേ. സാറേ എനിക്കൊരു നോട്ടീസ് കിട്ടിയായിരുന്നു. അതായത് ഉത്തരവ് നമ്പർ 696/05025 issued by Bharatchandran IPS in charge of magistrate. ഒരു കാത്തുപെണ്ണ് അതപ്പോ ഇനി വരാനുണ്ടല്ലോ എനിക്ക്. അപ്പൊ ഇതേതാ? ഇത് കൺമണി. കൺമണി ഷേണായി. ഓക്കെ, ഒരു 2-3 എണ്ണം ഇതുപോലെ ഉണ്ടായിരുന്നു. ആക്ച്വലി അവര് കുറച്ച് കംപ്ലൈന്റ്സ് തന്നായിരുന്നു. അപ്പം റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടി 2-3 പേര് ഇങ്ങനെ തന്നായിരുന്നു. ആക്ച്വലി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. അതൊക്കെ ആരാ? എന്തായിരുന്നു? എന്തോ കാത്തുപെണ്ണ് തന്നെയാണോ? ഞാൻ ഒന്ന് വെരിഫൈ ചെയ്യണം. എനിക്ക് അത് ആക്ച്വലി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാവോ? അല്ല സാറേ, ഇത് ഇങ്ങനെയാണ് സാർ എഴുതിയേക്കുന്നത്. TV പരന്തുവാസുവിന്റെ കീഴിൽ PA ആയി സേവനം അനുഷ്ഠിക്കുന്നത്. അത് തന്നെയാണ് സംഭവം. അത് തന്നെയാണ് ഇതായിരുന്നു. അത് കൺമണി തന്നെയാ. പക്ഷെ എന്റെ അടുത്ത് അത് ഡിസ്കസ് ചെയ്തത് വേറെ കുറച്ച് പേരായിരുന്നു. അപ്പോ അതിന് 2-3 പേരുണ്ടായിരുന്നു ആ സമയത്ത്. ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തത് സത്യമാണ്. നോട്ടീസ് സത്യമാണ്. അപ്പൊ ഈ നോട്ടീസിൽ പറയണ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ എനിക്കാണ് പണി. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതുപോലെ ആയിരിക്കും. സാറിന് എത്ര ഇതുണ്ട്? അതിന്റെ ഒരു കോപ്പി എന്റെ കയ്യിലുണ്ടായിരുന്നു. ആക്ച്വലി ഇനി ഫയൽസ് ഞാൻ പോയി തപ്പണം. ഒന്ന് എനിക്കൊന്ന് അയക്കാവോ? കാരണം ബാലന്റെ എതിരെ ഇതുപോലെ ഒന്ന് ഇതുണ്ടായിരുന്നു. അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തു അല്ലേ ബാല? പിന്നെ അല്ലാതെ മറക്കാൻ പറ്റില്ല. കൊച്ചെവിടെ ബാല? കൊച്ചു വീട്ടിലുണ്ട് സാറേ. ഭയങ്കര വയറിളക്കം. കൊച്ചിനെ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എന്റെ കൂടെ ആയിരുന്നു ഇന്നലെ മൊത്തം. ആണോ? വെറുതെ അല്ല വയറിളക്കം. എന്റെ ഒരു കോപ്പി ഉണ്ട് ആക്ച്വലി. മരുന്നൊക്കെ എടുക്കൂ പെട്ടെന്ന്. ഓക്കെ, ഇതോട്ടല്ലേ ഇത് തന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഭരത് സാർ. ഓക്കെ അപ്പം ഇങ്ങനെ ഒരു സാധനം ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അത് ഞാൻ ബാക്കിയുള്ള വായിക്കാം. ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ, നോട്ടീസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വാറന്റോ അങ്ങനെ ഒന്നും അല്ല. അപ്പൊ ഇത് ഭയപ്പെടേണ്ട അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല ആക്ച്വലി. ഓക്കെ, അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല. ഇത് കൺമണി തന്നെയാണ്. സോറി, മൈ മിസ്റ്റേക്ക്. കാത്തുപെണ്ണല്ല, കൺമണി തന്നെയാണ്. കാരണം കുറെ ദിവസം കൊണ്ട് അല്ലല്ല ഇന്നലെ മുഴുവൻ കാത്തുപെണ്ണിന്റെ ഒരു കേസായിരുന്നു ആക്ച്വലി. അപ്പൊ അതിലൊന്ന് ഇതായി പോയതാ. ഓക്കെ, കൺമണി തന്നെ. അപ്പൊ ഇതിൽ പറയുന്നത് ഇതൊരു എന്താ പറയാ, ജസ്റ്റ് നോട്ടീസ് അത്രേ ഉള്ളൂ. ഓക്കെ, പുള്ളിക്കാരത്ത് ഇങ്ങനെ ഒരു കംപ്ലൈൻസ് തന്നു. നമുക്കിവിടെ കോടതി മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്ന് താങ്കളെ അറിയിക്കാൻ വേണ്ടി ഉള്ള ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അപ്പൊ താങ്കൾ ഇവിടെ ഒരു സമയത്ത് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുള്ളിക്കാരത്തിന്റെ കയ്യിൽ അങ്ങ് കൊടുത്തു വിട്ടു. ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ഏൽപ്പിക്കാം എന്ന നിലയ്ക്ക്. ഓക്കെ സാർ. ഓക്കെ, മനസ്സിലായി. ശരി, താങ്ക് യു സോ മച്ച്. ശരി. ഈ ചാവാലിപ്പട്ടിയൊക്കെ പോ. ഇത് പോലീസ്
ഞാൻ പുള്ളി എടുത്ത് അടിച്ചതായിരുന്നു